അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. അതാ രാവിലെ എണിച്ച് ഞാൻ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ട് കളയുന്നുണ്ട്. ഇന്ന് കിച്ചണിൽ കയറിയപ്പോൾ ഭയങ്കര റാഹത്തായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പാറ്റയില്ല, പല്ലിയില്ല. കുറച്ച് നാളത്തേക്ക് അങ്ങനെ ആയിരിക്കും. വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞ ശേഷം ഞാൻ ഫ്രണ്ട് ഭാഗത്തിലൊക്കെ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് പോയി. പാല് വന്നിട്ടുണ്ടോ നോക്കി. അപ്പോൾ പാല് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും എക്സാമിൻ്റെ തിരക്കിലും വെക്കേഷൻ പോകുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കുമല്ലേ. കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നവരുണ്ടാകും, കുറേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവരുണ്ടാവും. എനിക്ക് പിന്നെ ഇപ്പോൾ വലിയ പാക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല. പാക്കിങ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ഉമ്മാൻ്റെ അനിയത്തിൻ്റെയൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എന്താ പറയുക, പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ പോകും. ബസ്സിൽ പോവുകയാണെങ്കിൽ ഞാൻ ലഗേജ് ഒന്നും എടുക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ ചവിട്ടിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ മാറാലേ ഉണ്ടായിരുന്നു, തട്ടും തോറും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം. ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതേപോലെ ലഞ്ച് ബോക്സിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം കേട്ടോ. ഇതൊക്കെയാണ് പ്ലാന്. ഞാൻ വേഗം പോയി ഫ്രണ്ട് ഏരിയ ഒന്ന് അടിച്ചു വാരി എടുത്തു. മരമില്ലെങ്കിലും എവിടെ നോക്കിയോ ഇലകൾ പാറി വന്ന് കുറച്ച് ഇലകൾ ഉണ്ട് കേട്ടോ മുറ്റത്ത്. അപ്പോൾ അതൊന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ദിവസം അടിച്ചു വാരിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ എൻ്റെ വിശ്വാസ കാരണമായിരിക്കാം എനിക്കിങ്ങനെ ഒരു ഇത്. അപ്പം ഞാൻ വേഗം പോയി അവിടെ അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരുടെയും സപ്പോർട്ടിനും കമൻസിനും ഒക്കെ താങ്ക്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ. ഒന്ന് സംസാരിക്കാൻ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര എന്തോ ഒരു പോലെ ഉണ്ട്. അത് എല്ലാ ദിവസവും എല്ലാവരും ഒരേപോലെ ഇരിക്കണം എന്നില്ലല്ലോ. വേഗം പോയി ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണ്ടേ. നല്ല അടിപൊളി ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജിമ്മിൽ പോയിട്ട് ഏകദേശം ഒരു 4 days ആയി. അത് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഈ ക്ലീനിങ്ങിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ജിമ്മ് മിസ്സാക്കേണ്ടി വരുന്നുണ്ട്. കാരണം അതിനും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ഷീണാവും. അത് കാരണമാണ് കേട്ടോ ഞാൻ പോവാത്തത്. പക്ഷെ പോവാണ്ടിരിക്കുമ്പോൾ മെൻ്റലി നമ്മൾ ഡൗൺ ആവുന്നുണ്ട്. എനിക്ക് പോയി അതൊരു ശീലമായി മാറിയല്ലോ. ഇന്നിങ്ങനെ ആലോചിക്കുകയാണ്, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പോകണോ, അതായത് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പോകണോ, അതിന് മുമ്പ് പോയി തുടങ്ങണോ എന്നൊക്കെ ആലോചിക്കുകയാണ്. ഇപ്പോൾ പോയാലും പിന്നെയും ഞാനൊരു 5-6 ദിവസം ലീവ് എടുക്കണ്ടേ. അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഞാനിപ്പോൾ. എന്തായാലും ഇനിയിപ്പോൾ വെള്ളി ശനി അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പോകണോ എന്നും തിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാല് വന്നപ്പോൾ നമ്മൾ ചായ വെക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ചായ പരിപാടി വേഗം തീർക്കുക. ഞാൻ ഇതുപോലത്തെ കുറേ ബോക്സ് ഉണ്ട് കേട്ടോ. കുറേ അല്ല, 2 ബോക്സ് ഉണ്ട്. അതിൻ്റെ അടപ്പും അത്യാവശ്യം വലിയൊരു സംഭവമാണ്. അപ്പം ഞാനത് 4 പോലെ ആക്കിയിട്ട് ഒന്നില് ഇങ്ങനെ പഞ്ചസാര അങ്ങനത്തെ ഇളക്ക് വെച്ചു. അപ്പം നമുക്കത് എടുക്കാനും കൊണ്ടുവെക്കാനും എളുപ്പമാണല്ലോ. ഓരോന്നോരോന്നായിട്ട് എടുക്കും കൊണ്ടുവെക്കുകയും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഒന്നില് എണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ, കത്തി, സ്പൂണ്, അങ്ങനത്തെ പല സംഭവങ്ങളും. പിന്നെ ഇന്നലെ നമ്മൾ ദോശമാവ് ആട്ടിയത് ഇച്ചിരി ബാക്കിയുണ്ട്. അപ്പം ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നൊരു മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി ആട്ടിയിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ തന്നെ ആട്ടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. അരിയൊന്നും ആട്ടിയെടുക്കുക. ഇത് ഇന്നലത്തെ കുറച്ച് ചോറാണ്, ഞാൻ തിളപ്പിച്ച് അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കേട് വരാണ്ടിരിക്കാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കുക. ഏകദേശം മിക്സിയുടെ ഒരു 3/4 ഫുൾ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടും കൂടെ. ഇനി ഇത് ഉപ്പിട്ടിട്ടൊന്ന് അരച്ചിട്ട് ഒരു 2-3 മണിക്കൂർ എന്തായാലും ഇരിക്കും. കാരണം നമ്മൾ നേരത്തെ തന്നെ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ആകുമ്പോഴത്തേക്കും 3-4 മണിക്കൂറൊക്കെ പുറത്തിരിക്കുമ്പോഴേക്കും അത് സെറ്റ് ആയിക്കോളും. പിന്നെ പഴയ മാവ് കുറച്ച് മിക്സ് ചെയ്തിട്ടും കൂടെ ആട്ടിയെടുത്തിട്ട് അതിൽ ഉപ്പും കുറച്ച് അപ്പസോഡ ഇട്ടാൽ, അപ്പസോഡ അല്ല
ബേക്കിംഗ് പൗഡർ എന്താ അതിന് പറയാ, ഒരു നുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അഥവാ ഉഴുന്നിന്റെ അതിൻ്റെയൊക്കെ മണമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. സാധാരണ ഞാൻ അത് യൂസ് ചെയ്യൂല. അങ്ങനെ ഇതാ നമ്മൾ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. വേഗം ചായ കൂറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചായ കുടിച്ച ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാം. ഇന്ന് എനിക്ക് കുറെ വെള്ളി വീഴുന്നുണ്ട്, ഒരു ഉഷാറില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ വോയിസ് കേട്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ റെഡ് ഹാർട്ടൊക്കെ കമൻറ്റ് ഇടണം. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹൈപ്പ് തരണം, ഫീഡ്ബാക്ക് തരണം. ജിനി ആ ഡ്രസ്സ് ഇട്ടോന്ന് എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ചോദിച്ചത്. ആ ഡ്രസ്സൊന്നും എനിക്ക് ഇനി ജന്മത്തിൽ ഇടാൻ പറ്റുമെന്ന് തോന്നണില്ല. എനിക്കറിയില്ലടോ, പ്രോപ്പറായിട്ടൊരു ഡയറ്റ് ഇപ്പൊ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റണില്ല. നിങ്ങൾക്കറിയോ, ഭയങ്കര സങ്കടമുണ്ട് എനിക്ക്. ഒരു മാസം ഞാൻ ഡയറ്റ് എടുക്കാന്ന് വിചാരിച്ചാല് അത് എനിക്ക് പോകുന്ന കാര്യമായിരുന്നു. ഇപ്പൊ പറ്റുന്നില്ല. പിന്നെ വല്ല മെൻട്രൊക്കെ ഉണ്ടെങ്കിൽ മേ ബി പറ്റുമായിരിക്കും കേട്ടോ. നമ്മളെ ട്രെയിൻ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറ്റുമായിരിക്കും. അങ്ങനത്തെ ഒരാളെ ഇനി തപ്പി നടക്കണം. എന്നാൽ കുറച്ചൊക്കെ അങ്ങ് പോകും. എന്നാലും ഒരു 1 month അതിനപ്പുറം പറ്റാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ജിമ്മിൽ തന്നെ PT എടുക്കണമെന്നും കൂടെ ആലോചിക്കുകയാണ്. നോക്കാല്ലേ. അങ്ങനെ നമ്മൾ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറ് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അല്ലാത്ത രീതിയിൽ തന്നെ വെക്കും ചെയ്യും കേട്ടോ. നമുക്കിന്ന് ലഞ്ച് ബോക്സിന് 2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ബാസ്മതി റൈസിനെക്കാട്ടിലും ഇഷ്ടം ജീരകശാലയാണ്. പിന്നെ ബസ്മതി ഇഷ്ടമാണ്, ഇന്ത്യ ഗേറ്റിന്റെ ഇഷ്ടമാണ്, ദാവത്തിന്റെ ഇഷ്ടമാണ് കേട്ടോ. അത് രണ്ടും ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. ബ്രൗണും ഇഷ്ടമാണ്, ഗ്രീനും ഇഷ്ടമാണ്. നമ്മളെന്തായാലും ഇന്ന് ജീരകശാല എടുത്തിട്ടുള്ളത്. 2 വലിയുള്ളി വേണം കേട്ടോ. പിന്നെ ഒരു വലിയുള്ളി ഞാൻ സാലഡ് ഉണ്ടാക്കാനും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ആദ്യം തന്നെ കുറച്ച് മല്ലിയില കൊത്തിയരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയും നെയ്യും ഈക്വൽ എടുത്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് 2 വലിയുള്ളിയും മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. അതിലോട്ട് 1 പച്ചമുളകും കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എടുത്തോ. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിവിടെ ബിരിയാണി മസാലയാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ചെന്നതാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസത്തെ വ്ളോഗ് മുന്നിൽ. അപ്പോൾ ഇത് വല്ലതും ഓർഡർ ആക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചോളൂ. ഞാൻ അവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്പറോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബിരിയാണി മസാലയും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അത്രയും തൈരും എടുത്തിട്ട് ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ഇന്നലെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ സോയ ബാക്കി ഉണ്ടായിരുന്നു, അതങ്ങ് ചേർത്തി കൊടുത്തു കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് പനീറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ഞാൻ ഇന്ന് സോയ റൈസ് ഉണ്ടാക്കുന്നത്, അപ്പൊ അതും ചേർത്തിട്ട് നമ്മൾ ഈ ഒരു കപ്പിന് 2 കപ്പാണ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം 4 കപ്പ് വെള്ളം എടുക്കുക. അതിന് കുറച്ച് കമ്മിയാക്കിക്കോ, 3.25 കപ്പൊക്കെ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരി കഴുകി വാർന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പോയ ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. ഇത് നമ്മൾ അടച്ചു വെക്കുക, അതായത് കുക്കറിന്റെ അടപ്പുകൊണ്ട് തന്നെ അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് ഒരേ ഒരു വിസിൽ, എന്നിട്ട് ഫുള്ള് ആവി പോയ ശേഷം മാത്രം ഓപ്പൺ ആക്കുക. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി കേട്ടോ. 1 pot ബിരിയാണി റെഡി. ഓക്കെ, പിന്നെ ഞാൻ വേഗം ഒന്ന് സാലഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ബിരിയാണിയിലോട്ട് സാലഡ് വേണ്ടേ, അപ്പൊ അതും കൂടെ ഉണ്ടാക്കാം. എൻ്റെ ചെറിയ മോനിക്ക് ഇതൊന്നും വേണ്ട, തൈരൊന്നും വലിയ ഇഷ്ടമല്ല. വലിയ ആള് ഇപ്പൊ എല്ലാം കഴിക്കും, വെജിറ്റബിൾ എല്ലാം കഴിക്കും. ചെറിയ ആളെ വെജിറ്റബിൾ കഴിപ്പിക്കാനാണ് കുറച്ചധികം പാടുപെടേണ്ടി വരുന്നത് കേട്ടോ. പിന്നെ തൈരൊക്കെ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തൈരിനെ ഫ്രിഡ്ജിലും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. തൈര്, പാല്, നെയ്യ് ഇതെല്ലാം നമ്മുടെ അവിടെ എപ്പോഴും സ്റ്റോക്കുള്ള സാധനങ്ങളാണ്.
അങ്ങനെ വേഗം അപ്പൊ ഇന്നലത്തെ നമ്മുടെ സോയ ഫ്രൈന്റെ റെസിപ്പി ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ ഏത് തരത്തിലുള്ള ചിക്കൻ ഫ്രൈ മസാല എടുക്കാൻ ഞാൻ ഇവിടെ കബാബ് മസാല എടുത്തിട്ടുണ്ട്. മഞ്ഞൾ, മുളക്, അതുപോലെ കുറച്ച് കസൂരി മെത്തി, കടലമാവ്, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ സമയത്ത് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് എണ്ണ ചേർത്തി നമ്മളിത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഇതിലാണോ തേങ്ങ ചേർത്തിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത്? ഒരു കമൻറ്റ് ഉണ്ടായിരുന്നല്ലോ, എണ്ണയ്ക്ക് പകരം തേങ്ങ ചേർത്തിയാൽ മതിയെന്ന്. ഈ ഒരു സോയ ഫ്രൈയിലാണോ? എനിക്കത് ഇപ്പോഴാണ് ക്ലിക്ക് ആവണത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ട് അപ്പുറത്തിരിക്കണത്. അപ്പോൾ അതിൽ 4 ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ മഞ്ഞൾ, മുളക്, മല്ലി, ഉപ്പും ചേർത്തി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കത് നല്ല ഇഷ്ടമായി. ഒരു ഭാഗത്ത് മല്ലി ഇട്ടു, പിന്നെ മഞ്ഞളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു ഇതിൽ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ ഇതങ്ങ് എടുത്തിട്ട് വന്നാൽ കുക്ക് ചെയ്ത് അവിടെ കൊണ്ടുവച്ചാൽ മതി. മറ്റേത് ഓരോ ബോക്സ് ആയിട്ട് എടുക്കണ്ടേ. പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ ഉണ്ട്. നമുക്കിത് എത്ര ഉണ്ടെങ്കിലും മതിയാവില്ല കേട്ടോ. 3 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. 2 ഈ പറഞ്ഞ പോലെ ഒന്നിൽ എല്ലാ സ്പൈസസും ഇട്ട് വയ്ക്കും, ഒന്നിൽ പൊടികൾ ഇട്ട് വയ്ക്കും. എല്ലാ പൊടികളൊന്നും ഇടില്ല. ഞാൻ ഈ പാക്കറ്റിൽ മേടിക്കുന്ന കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ ഫ്രീസറിൽ കൊണ്ടുവെക്കലാണ് കേട്ടോ. അത് ഏതാന്ന് മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ ആ കവറിൽ തന്നെ ആക്കി വെക്കും. അങ്ങനെ ഫുള്ള് സ്റ്റീമും പോയ ശേഷം നമ്മുടെ ബിരിയാണി ഒന്ന് നോക്കിയിട്ടാ നല്ല അടിപൊളിയായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിൽ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന ആളല്ല, പക്ഷേ നമ്മുടെ എളുപ്പപ്പണിയാണ് കേട്ടോ ഇത്. പിന്നെ ഓയിലൊക്കെ ഫുള്ള് കട്ടാക്കുന്നവർക്കൊക്കെ ഭയങ്കര മസാല മാത്രം ഇട്ടൊന്ന് വേവിച്ച് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ ബിരിയാണി റെഡി. ഇനി ഡയറ്റൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ റെസിപ്പികൾ കാണിക്കാമല്ലേ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ബിരിയാണി പൂർണ്ണമാവണമെങ്കിൽ കുറച്ച് നെയ്യും എണ്ണയൊക്കെ വേണം, അത് വേറെ കാര്യം. അങ്ങനെ അയാൻകുട്ടിക്ക് മാത്രം ലഞ്ച് കൊണ്ടുപോയാൽ മതി. ഞാൻ ലഞ്ച് ബോക്സിൽ ധാരാളം ആക്കിയിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. പിള്ളേർക്ക് കഴിക്കാൻ ഞാൻ തന്നെ കൊടുത്തത്, വേറെ ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ സാലഡ് അവനക്ക് ഇങ്ങനെ കൊട്ടി കൊടുക്കാൻ നോക്കിയതാ, ഞാൻ അതിന് സമ്മതിച്ചില്ല കേട്ടോ. അവനെ കൊണ്ട് തീറ്റിക്കാൻ നോക്കിയിട്ട് അവൻ തിന്നില്ല. അവസാനം ഞാൻ തന്നെ തിന്നേണ്ടി വന്നു. പിന്നെ അവന്റെ ലഞ്ചൊക്കെ അവൻ പാക്ക് ചെയ്ത് ഇതാ പോവാൻ വേണ്ടിട്ട് നിക്കാണ് കേട്ടോ പിള്ളേർ. അവിടെ പിന്നെ ഫാൻസ് ഉണ്ടാക്കി തരുകയാണ് ഞാന്. നല്ല നല്ല ഭംഗിയുണ്ട് ആകാശം. ഐഫോണിലോട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാം. മറ്റേ പോയി പഠിച്ചോ. എന്തിനാ നീ പാട്ട് കേട്ടെ? പറ, ഞാൻ പാട്ട് കേട്ടിട്ടില്ല. എന്തിനാ കേട്ടെ? സത്യം പറ. അതെ, ആൻകുട്ടി വെറുതെ പെണ്ണുങ്ങള് തേച്ചിട്ട് പോകൂട്ടോ. ബൈ ബൈ ബൈ. അങ്ങനെ അവരുടെ സംസാരമൊക്കെ കേട്ട് ഞങ്ങൾ മാത്രം ചിരിച്ചാൽ പോരാലോ, നിങ്ങളും ചിരിക്കാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വോയിസ് ഓവർ ഇട്ടത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് 2 പിള്ളേരും കൂടെ എന്നെ എപ്പോൾ ശരിയാക്കുമെന്ന് അറിയില്ല. അങ്ങനെ അവന് ഇന്നലെ സ്കൂളിൽ വന്നിട്ട് ഫുൾ ഹിന്ദി പാട്ട് കേൾക്കലായിരുന്നു അത്രേ. അത് റിഹാൻ എന്നോട് പറഞ്ഞു, ഞാൻ അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കുറേ കമൻറ്റ്സ് ഉണ്ട്. അവർ പോയത് ഞാൻ അവരുടെ ബെഡും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെച്ചു. ഇത്രയും പില്ലോ വേണം, അതിൻ്റെ ഇടയിൽ ആ ഉരുളൻ പില്ലോയും വേണം കേട്ടോ. റിഹാനിക്കാണ് ഉരുളൻ പില്ലോ വേണ്ടത്. 2 ആൾക്കും പില്ലോ ആയിട്ട് 3 പില്ലോ. അപ്പോൾ ആ സൈഡിലൊക്കെ പില്ലോ വെച്ചിട്ടാട്ടോ ചെറിയ ആൾ കിടക്കുക. അവനക്ക് തലയിൽ വെക്കാൻ ഒരു പില്ലോ മതി, പക്ഷേ ബാക്കി 2 പില്ലോ ഇങ്ങനെ അവൻ കിടക്കണതിൻ്റെ സൈഡിൽ വെക്കും. കുട്ടികളുടെ എക്സാമിൻ്റെ സ്ട്രെസ്സിൻ്റെ ഇടയിൽ ജിനിയുടെ വ്ളോഗ് കാണുമ്പോൾ ഒരു റിലീഫ് ഉണ്ട് എന്ന് പറഞ്ഞൊരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ.
ഞാനും എൻ്റെ മക്കളെ വഴക്ക് പറയാറുണ്ട്, തൃശ്ശൂരും നല്ല കാറ്റാണെന്ന്. ഇവിടെ ഭയങ്കര കാറ്റാ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വിൻഡ് മില്ല വിൻഡ് അയ്യോ ഞാൻ മറന്നു. കാറ്റാടി യന്ത്രങ്ങളില്ലേ, അത് ഒരുപാടുണ്ട് ഇവിടെ നിന്ന്. ഇങ്ങനെ എന്താ പറയുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. ഞാൻ പണ്ട് സോഷ്യലിലൊക്കെ പഠിച്ച ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. നമ്മൾ രാവിലെ ആട്ടി വെച്ച മാവുണ്ട്, അതിലോട്ട് നമുക്കൊരു തക്കാളി ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. ഉള്ളിയും തക്കാളിയും വഴറ്റിയത്, വലിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, ചുവന്ന മുളക്, പിന്നെ മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പുറത്ത് ഞാൻ കറി ചൂടാക്കുന്നത് ഇന്നലെ വെച്ച ഗ്രീൻ പീസ് കുറുമ ബാക്കിയുണ്ട്, അപ്പം അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഈ പാത്രം ആയതുകൊണ്ട് നമുക്ക് ചൂടാക്കുകയും ചെയ്യാം, ടേബിളിലും കൊണ്ടേക്കാം, ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ. മറ്റേ ആ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട്. അപ്പം ഞാനത് വേഗം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചു. ഇവിടെ ചമ്മന്തിക്കുള്ള ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനെ ഒന്ന് അരച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നല്ലോണം അരയ്ക്കണ്ട, ഈ ഒരു ലെവലിൽ മതി. ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ, ഭയങ്കര കട്ടിയായിരുന്നു. പിന്നെ നമ്മൾ അരച്ച മാവ് പൊങ്ങിയോ എന്നല്ലേ നിങ്ങളുടെ ഡൗട്ട്? ഇതാ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ദോശ ബാറ്ററിൻ്റെ. എപ്പോഴും ദോശ ബാറ്റർ എപ്പോഴും നല്ല രീതിയിലാണ് കേട്ടോ കിട്ടാറുള്ളത്, മോശമായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. ഉഴുന്ന് അത്യാവശ്യം ഇടും വേണം, ഉഴുന്ന് പിശുക്കി കഴിഞ്ഞാൽ എല്ലാം പോയിട്ടോ. അങ്ങനെ നല്ല ക്രിസ്പി ദോശയും ചമ്മന്തിയും പിന്നെ ഇതാ ഗ്രീൻ പീസ് കുറുമയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എനിക്ക് ഇതുപോലത്തെ കുറുമകളൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടം. സാമ്പാർ, മുളക് ചട്നി, അത് വേറൊരു എൻജോയ്മെൻറ്റ്, ഇത് വേറൊരു എൻജോയ്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച ശേഷം ഇനി പാത്രം കഴുകണം, ചായ വയ്ക്കണം, ചായ കുടിക്കണം, ഇങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മക്കളും എക്സാം ടൈമിൽ നന്നായി ഉറങ്ങുന്നു. അതെന്താണെന്നറിയോ? എക്സാം ടൈമിൽ അവർക്ക് നമ്മൾ ഫോൺ അലൗഡ് അല്ല, ടി വി അലൗഡ് അല്ല. അപ്പോൾ അവർക്ക് റിലാക്സ് ചെയ്യാൻ ഉറക്കമല്ലേ ഉണ്ടാവുക, അതുകൊണ്ടായിരിക്കും അവർ ഉറങ്ങുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എക്സ്ട്രാ ജോലി ഉള്ളപ്പോൾ ഉമ്മ വേറെ ജോലിയൊന്നും ചെയ്ത് ഹെൽപ്പ് ചെയ്യില്ലേ? അടുക്കള രാവിലെ റാക്കിൽ കബോർഡ് സെറ്റ് ചെയ്തൂടെ? അപ്പോൾ എല്ലാം പുറത്ത് കാണില്ലല്ലോ. അത് ഞാൻ കുറേ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വീടിന് വേണ്ടിയിട്ട് ഇനി അതും ഇതൊന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു രീതിയിൽ ചെയ്യും. തട്ടിക്കൂട്ടി ഒരു പരിപാടിയൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ അവിടെയൊന്നും ഇപ്പം അങ്ങനെ നോക്കാത്തത്. പിന്നെ എനിക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടന്നിട്ട് അത് ശീലമായി. എനിക്ക് എടുക്കാനും ഒക്കെ ഇഷ്ടം, ഈസിയൊക്കെ അങ്ങനെ ആയി തുടങ്ങി. പിന്നെ റാക്ക് വെച്ചു, റാക്കിന് അടപ്പ് വെച്ചു എന്ന് വിചാരിച്ചിട്ട് അതിൽ പൊടി വരാതിരിക്കലോ പാറ്റ വരാതിരിക്കലോ ഒന്നുമില്ല. ഒക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ലൈഫിൽ ഒരിക്കലും നിൽക്കാത്തൊരു ജോലി ഉണ്ടെങ്കിൽ അത് വീട്ടുജോലിയാണ്. ഒരിക്കലും, അതായത് ആരോഗ്യമുള്ള സമയം വരെ എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ റൊട്ടീൻ മാറിക്കൊണ്ടേ, അതായത് റൊട്ടീൻ ചേഞ്ച് ആവുന്നില്ല, റൊട്ടീൻ ആയിക്കൊണ്ടേ. രാവിലെ എണീക്കുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, രാത്രി ആകുന്നു, ഉറങ്ങുന്നു, അതേപോലെ വീണ്ടും രാവിലെ എണീക്കുന്നു, സെയിം തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ലൈഫ് വേറെ ഒരു ഇതിനും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വേറൊരു ജോബുള്ള ഒരാൾക്കും ചിലപ്പോൾ അയാളുടെ ലൈഫിൽ പലതും ഒരു ദിവസം നടക്കുന്നുണ്ടാകും അല്ലേ? പക്ഷെ നമ്മുടെ വീട്ടമ്മമാരുടെ ലൈഫിൽ ഏകദേശം എല്ലാ ദിവസവും ഏകദേശമൊക്കെ ഒരേപോലെയാണ്. ഡ്രസ്സ് മാറുന്നത്, കറികൾ മാറുന്നത്, ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ചേഞ്ചേ ഉള്ളൂ. വളരെ റയറായിട്ടാണ് ഒരു റൊട്ടീൻ ചേഞ്ച് ആകുന്നത് വീട്ടമ്മമാർക്ക്. ഇതിപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് വല്ല ഓർമ്മ ഉണ്ടെങ്കിലും ഒന്ന് പറയാട്ടോ. ജോലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കബോർഡിൻ്റെ ഇനിയും പറഞ്ഞു. ഇങ്ങനത്തെ ഈ ടൈം എടുക്കണ പണിക്കൊക്കെ ഉണ്ടല്ലോ, അത് എൻ്റെ ഒരു ആയാസത്തിന് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകില്ല, കാരണം ഞാനും അവരും കൂടെ ജോബ് ചെയ്തിട്ട് അത് സെറ്റാവൂല എന്ന് എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണതാണ് ഇഷ്ടം.
അവിടെ വേറെ കുട്ടികളോ ഹസ്ബൻഡോ ഉമ്മയോ ഉപ്പയോ ഒന്നും വേണ്ട. അവർ വേണ്ട സമയത്ത് ഞാൻ അവരെ വിളിക്കുകയും ചെയ്യും, ഹെൽപ്പും ചെയ്യും. കാരണം കിച്ചണൊക്കെ എനിക്ക് എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ പല രീതികൾ മാറ്റാനും സ്ഥാനങ്ങൾ മാറ്റാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഒരേപോലെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അതെല്ലാം ഞാൻ ചെയ്യണമെങ്കിൽ അത് എൻ്റെ ഒരു ടൈമിന് എൻ്റെ ഒരു ഇതിന് ഒക്കെ ചെയ്യണതാണ് എനിക്ക് കംഫർട്ടും. അതുകൊണ്ടാണ് കേട്ടോ. ഉമ്മ ബോട്ടിലൊക്കെ തുടയ്ക്കാൻ വേണ്ടി വന്നു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ മാറ്റി നിർത്തിയത് തന്നെയാണ്. കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്ന് മാറ്റുമ്പോൾ അത്രയും സമയം വെറുതെ ഇങ്ങനെ അവിടെ ബോട്ടിൽ ഇപ്പൊ തുടക്കാൻ അത്ര തന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. മാക്സിമം സാധനങ്ങളുള്ള ബോട്ടിലാണ് നമ്മൾ തുടക്കുക, ബാക്കിയുള്ളതിനൊക്കെ കഴുകി എടുക്കുക ചെയ്യാറ് കേട്ടോ. അധിക സാധനങ്ങളും ഞാൻ കഴുകും. കാരണം തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവുക എന്നല്ലാണ്ട് വേറെ ഒരു ഗുണവും അതിനില്ല. ഇത് പിന്നെ തുടക്കി തന്നെ വേണം, ഇത് എടുത്ത് കഴുകിയാൽ ശരിയാവില്ല. അപ്പൊ ഇന്ന് മുറ്റവും കാര്യങ്ങളൊക്കെ അടിച്ചു വാരിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ഷോക്കേസ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യണമെന്ന്. പക്ഷെ ഈ ഷോക്കേസിൽ കുറേ തട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു അരമണിക്കൂറൊക്കെ ധാരാളം മതി കേട്ടോ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പാട്ടും കേട്ടിട്ടൊക്കെ ആണെങ്കിൽ അത് മതിയാവും നമുക്ക്. അങ്ങനെ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചായ കുടിച്ച് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരൽ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതും കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുക്കിംഗ് അതായത് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. ആ സമയം കൊണ്ടാവും, നമ്മൾ കഴിക്കേണ്ട സമയം കൊണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായത് കൊണ്ടാണ് അങ്ങനെ നിന്നത്. മീന് വാങ്ങി വെച്ചിട്ടുണ്ട്, മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ തേങ്ങ അരച്ച മുതിരപ്പുളി ഉണ്ടാക്കുക, അതുപോലെ ചെമ്പല്ലി വറുക്കും ചെയ്യാം. പിന്നെ ഉപ്പേരി, നമ്മുടെ അവരക്ക ഉപ്പേരി ഉണ്ടാക്കും ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ഇന്നത്തെ പ്ലാന്. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ വേഗം ക്ലീൻ ആക്കി. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തുടക്കാൻ കിട്ടൂല കേട്ടോ. നമ്മളിങ്ങനെ കൈ വെച്ച് വെച്ച് ഓരോ ഗ്ലാസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ തുടക്കൽ ഭയങ്കര റിസ്ക്കാണ്. പെട്ടെന്ന് കയ്യിൽ മുറിയാകും കേട്ടോ. അതുകൊണ്ട് ഞാൻ പുറമേ മാത്രമാണ് തുടച്ചത്. ഉള്ളിലൊക്കെ ജസ്റ്റ്, അതായത് ഈ കണ്ണാടിയുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. ബാക്കിയുള്ള അവിടേക്കും ഞാൻ ഉള്ളിൽ പൊടിയൊക്കെ തട്ടി തുടച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് നെസ്റ്റു ഐറ്റംസ് ആണ്. ഉപ്പാന്റെ ജോബ് ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ, എയർഫോഴ്സിന്റെ കുറെ എംബ്ലമുള്ള കുറെ സംഭവങ്ങൾ, റോക്കറ്റ് ഉണ്ട്, പീരങ്കി ഉണ്ട്, പിന്നെ ഫോട്ടോസ് ഉണ്ട്, പഴയ ഫോട്ടോസ്, ഇക്കാന്റെ ഒക്കെ പഴയ ഫോട്ടോ, ഇക്കാന്റെ കൊളീഗ്സിന്റെ പഴയ ജോബിൽ വർക്ക് ചെയ്തിരുന്ന കുറെ ആൾക്കാരുടെ ഫോട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി തുടയ്ക്കുമ്പോൾ നമുക്കിത് ക്ലീൻ ആയ സമയം പോയതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ നേരത്തെ അടിച്ചു വാരിയതാണ്. പിന്നെ എന്തായാലും ഈ ഒരു ഇത് ക്ലീൻ ആക്കിയതിന്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിനെ വീണ്ടും ഒന്ന് അടിച്ചു വാരി നമ്മുടെ സെറ്റിലൊക്കെ ഒന്ന് വേഗം തുടച്ച്, സെറ്റിന്റെ അടിയിൽ വേഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ എന്നോട് ഹായ് സിസ്റ്റർ എന്നെ കേട്ടാലും ബദൽ പണ്ണ മാട്രീങ്ക എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബദൽ സൊല്ലും. അന ലോങ് വീഡിയോയിൽ ഇതാ ഞാൻ ബദൽ സൊല്ലി ഇരിക്കെ. ഓക്കെ, നല്ല രസമുള്ള തമിഴിലെ. പിന്നെ എക്സാം കുഴപ്പമില്ല എന്നാണ് മക്കളും പറയുന്നത്. ബാക്കി റിസൾട്ട് വരുമ്പോൾ അറിയാം. അതന്നെ. അങ്ങനെ അവിടെ ക്ലീൻ ചെയ്തപ്പോൾ തുടച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് എല്ലാം അങ്ങോട്ട് തുടച്ചിട്ട് പിന്നെ കിച്ചണിലോട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ രാവിലെ നമ്മൾ വെള്ളത്തിലിട്ട എല്ലാ മാവൊന്നും അരച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മിക്സിയുടെ ജാറിൽ മാത്രമേ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി അരയ്ക്കാനും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പകുതി ഉപ്പൊന്നും ഇല്ലാണ്ട് പുളിപ്പിക്കാണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കും, പകുതി മാത്രം പുളിപ്പിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ 2 ദിവസം പുളിപ്പിച്ചെടുത്ത ദോശ ഉണ്ടാവും, പിന്നെ 2 ദിവസത്തിന് മറ്റേ ദോശമാവും ഉണ്ടാവുമല്ലോ. പിന്നെ വീട്ടിൽ പോണതിന് മുമ്പ് കുറച്ച് ദോശമാവൊക്കെ ആട്ടി ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനത്തെയൊക്കെ പ്ലാൻ ഉണ്ട്. ചില സമയത്ത് ഫുൾ ഡേ റിഹാൻ ഉണ്ടാവില്ല, കുറച്ച് ദിവസം നിന്നിട്ട് വരുമായിരിക്കും. അവനക്ക് പ്രാക്ടീസും കാര്യങ്ങളും ജിമ്മും ഒക്കെ വേണത്ര. ഇപ്പോൾ തൽക്കാലം ജിമ്മ് നിർത്തി വെച്ചേക്കുവാണ് കേട്ടോ. എക്സാം ആയത് കാരണം ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം അവിടെ പോയാൽ 2 മണിക്കൂറോളം സമയം എടുക്കും. അത് വെറുതെ അല്ല, പക്ഷേ
എക്സാം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ് അവൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഇതിനെയൊക്കെ അരച്ചിട്ട് ഇതുപോലെ ഓരോന്നിലാക്കി അന്ന് രാത്രിക്ക് യൂസ് ചെയ്യേണ്ട മാവ് ഞാനിതാ ഉപ്പിട്ടിട്ട് പുറത്ത് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെക്കുന്നുണ്ട്. ഞാൻ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ. പിന്നെ അത് ദോശക്കാട്ടുമ്പോൾ എടുക്കും. അങ്ങനെ നമ്മുടെ മുതിരപ്പുളി തേങ്ങ അരച്ചത് വെക്കുകയാണ്. അതിലോട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും മുതിര തലേദിവസം കുതിർത്തിയതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി അത്യാവശ്യം എരിവിനുള്ളത് ചേർത്തോളൂ കേട്ടോ. പിന്നെ ഉപ്പും ചേർത്തിട്ട് ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. 2 വിസിൽ മതി. നമ്മൾ തലേദിവസം കുതിർത്തിയ മുതിര ആയതുകൊണ്ട്. അഥവാ നമ്മൾ വറുത്ത മുതിരയാണെങ്കിൽ 3-4 വിസിലൊക്കെ വെക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫ്ലെയിമൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പിച്ചാറ് നമ്മുടെ പാലക്കാട്ടുകാരുടെ ഇഷ്ട കറി എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ട്. പാലക്കാട്ടുകാരിയാണ് തോന്നുന്നു. ഹായ്, നല്ല കറി, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പരിപ്പിച്ചാറാ. ആഹാ, അടിപൊളി. അപ്പൊ നമ്മള് ഉപ്പേരി വെക്കുന്നുണ്ട്. അവരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബീൻസും കൊത്തവരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എല്ലാം അതിൽ തന്നെ മുറിച്ചിട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മളിതാ ചോറ് അരി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. പിന്നെ ഇതാ വേഗം വന്ന് നമ്മുടെ മുതിര വെന്തതൊക്കെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം പുളി വേണം. തക്കാളി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷെ പുളി ആയതുകൊണ്ട് ഇനി തക്കാളി ഒന്നും വേണ്ട. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ വെറും തേങ്ങ അരച്ചതാണ് ഇതും ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പം ഇതൊക്കെ ചേർത്ത് ഞാൻ അപ്പം നോക്കിയപ്പോൾ എനിക്ക് ടേസ്റ്റ് അത്ര പിടിച്ചില്ല കേട്ടോ. പിന്നെ താളിച്ചൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടാവും ചെയ്തു. പിന്നെ നമ്മുടെ ഉപ്പേരി ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഇളക്കുന്നുണ്ട്. വെന്തിട്ടുണ്ട്. ഇനി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. ഈ ഒരു തോരനിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകും ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് കറിവേപ്പിലയും അതുപോലെ ചുവന്ന മുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ താളിപ്പ് എന്ന് പറയുന്നത്. മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു വെക്കുക, അടച്ചു വെക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് തുറക്കുന്ന അസുഖം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൈ പൊള്ളാറുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ കറി റെഡി. പിന്നെ ചോറും വിസിൽ വന്നിട്ടുണ്ട്. ഉപ്പേരിയും റെഡി. മീനിന്റെ മസാലയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോമൺ മസാലയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ചെറിയ ജീരകത്തിന്റെ അല്ലെങ്കിൽ വലിയ ജീരകത്തിന്റെ എടുക്കുക, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനീഗർ, എണ്ണ, ഇത്രയും മതി കേട്ടോ. അപ്പൊ നമ്മൾ ഇതാ ഫുള്ള് പരട്ടി അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ ഇത് വറുത്തെടുക്കുന്നത്. പിന്നെ ചെമ്പല്ലിയിൽ പെട്ടെന്ന് മസാല പിടിക്കും. മീൻ എപ്പോഴും ഒരു ഓവർനൈറ്റ് ഒന്നും മസാല പിടിപ്പിക്കാൻ വേണ്ടി തേച്ച് വെക്കണം എന്നില്ല കേട്ടോ. തേച്ചതും അരമണിക്കൂർ കൊണ്ട് വറുത്തെടുക്കുന്ന മീനാണ് ഏറ്റവും ടേസ്റ്റി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തലേ ദിവസം തന്നെ മസാല കൂട്ടി പിറ്റേ ദിവസം വറുക്കുമ്പോൾ നമുക്കൊരു ഉണക്കമീൻ്റെ ടേസ്റ്റും വരുന്ന പോലെ എനിക്ക് അങ്ങനെയും തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ വറുക്കാൻ വേണ്ടി വെച്ച് ഞാൻ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തൊന്ന് ലോഷനൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇനി കുറച്ച് ദിവസത്തിന് എൻ്റെ ജനലിലൊന്നും ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ ജനലിൽ ഇങ്ങനെ ഓരോന്ന് വെക്കാൻ തുടങ്ങും. അങ്ങനെ അത് വെച്ച് ഓവർ ആവുമ്പോൾ മനസ്സിലാവും നമ്മുടെ കിച്ചൺ നെക്സ്റ്റ് ട്രിപ്പ് ക്ലീൻ ആക്കാനായി, സമയമായി മുത്തേ എന്ന് പറയുന്ന പോലെ നമുക്കതൊരു ഉൾവിളിയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളിവിടെ ഒരു ലോഷനൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് അരച്ച് അവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി എന്താണ് പറയാൻ, പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല. ഞാൻ സംസാരിച്ച് ക്ഷീണിച്ച് ഉറക്കം വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോക്ക് ഹൈപ്പ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും നമുക്ക് ഒത്തിരി കാലം വേണം. എത്രത്തോളം കാലം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കാലം വേണം തന്നെയാണ് ആഗ്രഹം. ചിലപ്പോഴൊക്കെ തോന്നുന്നു നമുക്കിതൊക്കെ നിർത്തി അങ്ങ് പോയാലോ എന്നൊക്കെ ഉള്ളത്.
പക്ഷെ ഞാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ. തൽക്കാലം ഒന്ന് പോയിട്ട് നാളെ വരാം. ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.